കായംകുളം ഹോമിയോ ആശുപത്രിയിലെ 2 കെട്ടിടങ്ങളും ഉപയോഗിക്കാൻ കഴിയാതായതോടെ പ്രവർത്തനം വാടക കെട്ടിടത്തിലേക്ക് മാറ്റേണ്ട അവസ്ഥയിലാണ്. നിലവിൽ ഒ പി വിഭാഗം വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. IP വിഭാഗവും ഉടൻ തന്നെ വാടക കെട്ടിടത്തിലേക്ക് മാറ്റും. മഴക്കാലത്ത് വെള്ളം കയറുന്നതാണ് ഹോമിയോ ആശുപത്രി നേരിടുന്ന പ്രധാന പ്രതിസന്ധി. സമീപത്തെ തോട്ടിൽ നിന്നാണ് ഇവിടേക്ക് വെള്ളം കയറുന്നത്. ഈർപ്പം കാരണം കെട്ടിടം ബലക്ഷയത്തിലായി. ഇതോടെ OP വാടക കെട്ടിടത്തിലേക്ക് മാറ്റി. IP വിഭാഗം കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണിക്കായി നഗരസഭയിൽ നിന്ന് 25 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കെട്ടിടത്തിന്റെ ഫിറ്റ്നസിൽ എഞ്ചിനീയറിംഗ് വിഭാഗം ആശങ്ക ഉന്നയിച്ചിരിക്കുകയാണ്. TKM എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധ സംഘം പരിശോധന നടത്തി കെട്ടിടം സുരക്ഷിതമല്ലെന്ന് അറിയിച്ചു. അതിനാൽ മറ്റൊരു വാടക കെട്ടിടം കണ്ടെത്തിയിരിക്കുകയാണ്. ആശുപത്രിയിലെ IP, OP വിഭാഗങ്ങൾ രണ്ടിടത്തേക്ക് മാറുന്നതോടെ ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിക്കും. ഹോമിയോ ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്ന് ഇവിടെയുള്ളവർ പറയുന്നു. കഴിഞ്ഞ 25 വർഷക്കാലമായി കായംകുളം നഗരസഭയുടെ അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന തച്ചടി പ്രഭാകരൻ സ്മാരക ഗവൺമെൻറ് ഹോമിയോ ഹോസ്പിറ്റൽ സമ്പൂർണ്ണമായി ഒരു അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. കാരണം IP ഇവിടെ പ്രവർത്തിച്ചിരുന്ന OP കെട്ടിടം ഏതാണ്ട് 6 മാസമായി തൊട്ടടുത്ത വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അവസ്ഥയാണ്. അതുപോലെ തന്നെ ബഹുമാന്യനായ മുൻ കേന്ദ്രമന്ത്രി വയലാർ രവി MP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച IP കെട്ടിടം, ആ IP കെട്ടിടത്തിലാണ്ട് ഏകദേശം 25ഓളം രോഗികളായിരുന്നു കിടത്തി ചികിത്സയ്ക്ക് എത്തിക്കൊണ്ടിരുന്നത്. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഫിസിയോതെറാപ്പിയുടെ യൂണിറ്റ് വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വെള്ളം കയറുന്ന ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഇത് മാറ്റിക്കൊണ്ടുപോകുന്നത്. ഹോമിയോ ആശുപത്രിയിൽ 8 ഡോക്ടർമാർ ഉൾപ്പെടെ 24 ജീവനക്കാരുണ്ട്. കിടത്തി ചികിത്സ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. അതിനാൽ 3 ജീവനക്കാരെ ആലപ്പുഴയിലേക്ക് പുനർവിന്യസിച്ചിരിക്കുകയാണ്. നിലവിൽ OP വിഭാഗം പ്രവർത്തിക്കുന്ന വാടക കെട്ടിടത്തിൽ കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യമില്ല. ന്യൂസ് 18 കായംകുളം.